ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂയിലേക്ക് സ്വാഗതം. തേർഡ് റൗണ്ടാണ്. നൂതില ചെരുപ്പ് കമ്പനിക്ക് വീണ്ടും ഓർഡറുകൾ കിട്ടി. അവർ ആ ടൈമിങ്ങിൻ്റെ ഉള്ള ഒരു 25 ചെരുപ്പാണ് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അക്ബർ ഭയങ്കര പ്രശ്നക്കാരനാണല്ലോ. അക്ബർ യൂണിയൻ ലീഡർ ആയതുകൊണ്ട് പിന്നെ അക്ബർ പറയുന്നത് തന്നെ ശരിയെന്നും പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതിന് കുറേ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരും അതിലുണ്ട്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അക്ബർ വന്നിട്ട് ചെയ്ത് തരില്ല എന്നുള്ളത് നൂറയ്ക്ക് ഉറപ്പായി. അത്രയും പ്രശ്നം അവിടെ അക്ബർ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നൂറ് പറഞ്ഞു, എന്താണെങ്കിലും അക്ബറോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ കോയിൻ തരാം. അപ്പോൾ അക്ബർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് കോയിൻ തരികയാണെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ടൈമിങ്ങിൻ്റെ ഉള്ളിൽ ചെയ്തു തരാമെന്ന് അക്ബർ നൂറോട് പറയുന്നുണ്ടായിരുന്നു. അതേപോലെ നൂറ് പറഞ്ഞു, ഓക്കെ ശരി, എന്നാൽ എനിക്ക് ടൈമിങ്ങിൻ്റെ ഉള്ളിൽ എനിക്ക് ചെയ്തു തരണം. അത് കാരണം കൊണ്ട് അക്ബറോട് പറഞ്ഞു, നിങ്ങൾ കോയിൻ ഞങ്ങൾ തരാമെന്ന് നൂറ് പറഞ്ഞു. അക്ബർ എന്താ അറിയോ ചെയ്തത്? ഇവരെല്ലാം പ്ലാൻഡ് ആയിരുന്നു. ഇവർ കുറെ ടീമുണ്ടല്ലോ, ലക്ഷ്മിയും മസ്താനിയും ഇവരൊക്കെ ഉണ്ടല്ലോ അക്ബറിന് സപ്പോർട്ടീവായിട്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഗൂഢാലോചന ചെയ്തിരിക്കുകയാണ്, ടൈമിങ്ങിൻ്റെ ഉള്ളിൽ ചെയ്ത് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട്. ഇതൊന്നും പാവം നൂറയ്ക്ക് അറിയില്ലല്ലോ. പക്ഷെ നൂറൊക്കെ അറിഞ്ഞാലും നൂറ് പറഞ്ഞാലും കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നുമില്ല. ഇവരത്രയും വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അക്ബർ എല്ലാം പ്ലാൻഡായിട്ട് ഇവരെല്ലാവരും കൂടിയിട്ട് ഒറ്റ കൈയായിട്ട് നിൽക്കുകയാണ് നൂറയോട്. കറക്റ്റ് ടൈമിന് ചെയ്ത് കൊടുക്കരുത് എന്നുള്ള വാശി തന്നെയാണ് നിൽക്കുന്നത്. ലാസ്റ്റിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ടൈമിങ്ങിനൊന്നും ഒരു ചെരുപ്പുണ്ടാക്കിയില്ല എന്ന്. ടൈമിങ്ങിന് ചെരുപ്പില്ലാണ്ടായതുമേ നൂറയ്ക്ക് ഭയങ്കര സങ്കടമായി, ദേഷ്യം വന്നു അക്ബറോട്. നിങ്ങൾ ഇത്രയും ടൈമിങ്ങിന് ഞങ്ങൾക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ചെയ്തു തരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അതില്ല ഇതില്ല ഓരോ കാരണങ്ങൾ പറയുന്നു. ഇന്നലെ വന്നിട്ട് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ കുറേ ചെരുപ്പുകൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇന്ന് നിറയെ സമയം ഉണ്ടായിട്ടും ചെരുപ്പുകൾ ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണ് പറ്റിയില്ല എന്ന് നൂറ് ചോദിക്കുന്നു. നൂറ് ചോദിക്കുന്ന കാര്യം തന്നെയല്ലേ. അക്ബർ അതിന് ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുകയല്ലാണ്ട് ഇതാക്കുന്നില്ല. അതുപോലെ നൂറ് എന്ത് ചെയ്തറിയോ, അക്ബറിന് ഇത് കൊടുത്തില്ല, എന്താണ് കോയിൻ കൊടുത്തില്ല. അക്ബറിനും വരുമല്ലോ ദേഷ്യം, സൂപ്പറായിട്ട് ദേഷ്യം വരുമല്ലോ. ഭയങ്കരമായിട്ട് അവിടെ ഓർഗ്യുമെൻറ്റ് നടന്നുകൊണ്ടേ ഉണ്ടായിരുന്നു ഇന്നലത്തെ കാര്യത്തിന് പറയുകയാണെങ്കിൽ. പിന്നെ ഇവർ ഈ കമ്പനിയിൽ വന്നിട്ട് സർക്കസ് ഒക്കെ ചെയ്തില്ലേ, അവർ വന്ന് ഈ കമ്പനിയിൽ വരാനുള്ള ഒരു വിസിറ്റിംഗ് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടി ഇവിടെ കമ്പനിക്ക് വന്ന സമയത്ത് ലക്ഷ്മി എന്ത് ചെയ്തറിയോ, നെവിനോട് ഇവിടുത്തുള്ള സാധനങ്ങളൊക്കെ കട്ടെടുത്തിട്ട് കൊണ്ടുപോകാനും അവിടെ ഒളിപ്പിച്ച് വെക്കാനും പറഞ്ഞിരിക്കുന്നു. നെവിൻ വന്നിട്ട് പോക്കറ്റിലും അവിടെ ഇടുക്കിലും മുക്കിലും ഒക്കെ ആയിട്ട് കുറേ ഇവർ ഈ പാർട്സുകളും ഇവർക്ക് ഉണ്ടാക്കേണ്ട സാധനങ്ങളിലൊക്കെ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചിട്ട് നെവിൻ വെക്കുന്നു. അപ്പോൾ ഇത് കണ്ടുപിടിക്കുകയും ചെയ്തു. ജിഷിൻ കണ്ടുപിടിച്ചു. ജിഷിൻ എന്നിട്ട് വാൺ ചെയ്തു, നെവിൻ നീ ഇങ്ങനെ ചെയ്യരുത്, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വരും, ഞങ്ങൾക്കിവിടെ ചെരുപ്പുകൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് ജിഷിൻ പറഞ്ഞ് പിടിച്ചിട്ടും നെവിനെ ലക്ഷ്മി ഒന്നും അറിയാത്ത പോലെ കൊണ്ടുപോയിട്ട് നെവിനോട് പറയാണ്, നീ അറിയാണ്ട് വേണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ, അറിഞ്ഞ് ചെയ്തു പറഞ്ഞാൽ അവർ കണ്ടുപിടിക്കില്ലേ എന്ന് പറയണു. വീണ്ടും അവിടെ വന്ന് കള്ളത്തരം തന്നെ. ഇവർ ചെരുപ്പുകൾ കുറെ കൊണ്ടുപോകണു, അവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റി വെക്കണു, ടേപ്പ് ഒളിപ്പിച്ച് വെക്കണു, ഏതൊക്കെ ഇടുക്കിലും മുക്കിലും ഒക്കെ ആയിട്ട് എല്ലാ സാധനങ്ങളും ഒളിപ്പിച്ച് വെക്കുന്നു. ഇന്നലെ കാണുമ്പോൾ നമ്മൾക്ക് ദേഷ്യം വരും. നൂറയ്ക്ക് ഭയങ്കര സങ്കടമായി. ഇങ്ങനെ ആയി പറഞ്ഞാൽ അവൾക്ക് പോയിന്റ്സ് കിട്ടൂല്ലല്ലോ, അതുകൊണ്ട് അവൾക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ നൂറയ്ക്ക് 2 പവർ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് വന്നിട്ട് ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാനുള്ള പവറായിരുന്നു നൂറയ്ക്ക് ഉണ്ടായിരുന്നത്. അതിൽ നൂറയ്ക്കും അഭിലാഷിനും 2 ബ്ലാക്ക് കോയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് നോമിനേഷൻ ചെയ്യാം. ഹൗസ് മേറ്റ്സ് ഡയറക്റ്റായിട്ട് നോമിനേഷൻ ചെയ്തത് നൂറയെ തന്നെയായിരുന്നു. അതുകൊണ്ട് നൂറിൻ്റെ ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാനുള്ള പവറും പോയി, ഡയറക്റ്റ് നോമിനേഷനും അവൾക്ക് വന്നു. നൂറയ്ക്ക് നൂറയ്ക്ക് കിട്ടിയത്. കിച്ചൺ ടീമിൽ വീണ്ടും വഴക്കം. എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഫുഡൊന്നും ആർക്കും കൊടുക്കുന്നില്ല തോന്നുന്നുണ്ട്. ഈ നെവിൻ പോയിട്ട് അവിടെ പോയി എന്തോ ഈ ഗോതമ്പാവിൽ എന്തൊക്കെ ഉണ്ടാക്കി ഓവനിൽ വെച്ചെടുത്തിട്ട് നെവിൻ കഴിക്കുന്നുണ്ട്. ഇവള് വന്നിട്ട് നമ്മുടെ ഈ അനുമോൾ വന്നിട്ട് ആഹാരം വേണം, ചോറ് വേണം എന്ന് പറഞ്ഞപ്പോൾ ക്യാപ്റ്റനായ പ്രവീൺ പറയുന്നു ചോറ് എടുത്തോളൂ പറയുന്നു. ചോറെടുത്താൽ ചോറ് പറഞ്ഞ് ചോറ് ഉണ്ണാൻ പറ്റുമോ? അവൾ കുറച്ച് കറി എടുത്തു, അത് ഇഷ്ടപ്പെട്ടില്ല. നീ എന്തിനാ അവിടെ കറി എടുത്തതെന്നും പറഞ്ഞിട്ട് അവിടെ വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ അനുമോൾ പറഞ്ഞു, എനിക്ക് ചോറ് മാത്രം എങ്ങനെ കഴിക്കാൻ പറ്റുക, കഴിക്കുമ്പോൾ ഈ കറിയും കൂട്ടിയിട്ട് വേണ്ടേ ചോറുണ്ണാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ വീട്ടിൽ എടുത്തിട്ടിരിക്കുന്നത്. അതിലൊക്കെ നമ്മുടെ പ്രവീണിന് ഭയങ്കരമായി ദേഷ്യം വരുന്നു. എന്നാൽ പ്രവീണ് ഈ അവിടെ വന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിച്ച പറ്റുമെന്നും പ്രവീൺ പറയുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ് പ്രവീൺ ഇതിങ്ങനെ ചെയ്യുന്നത്. ഇത് വല്ലാത്തൊരു പ്രവീൺ ക്യാപ്റ്റൻ ആയതുകൊണ്ട് എല്ലാവർക്കും ഒരേമാതിരി ചെയ്യാണ്ട് കുറച്ച് ഭയങ്കര പാർഷ്യാലിറ്റി കാണിക്കുമ്പോൾ അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. അവിടെ അതിന് ഭയങ്കര വഴക്കുണ്ടായി.
നെവിൻ വല്ലാത്ത ആള് സുഖമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് സുഖമായി കഴിക്കുന്നു നെവിൻ. അതിൽ ചേർന്നിട്ട് അഭിലാഷം കഴിക്കുന്നു ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇവർ വന്ന് പറയുന്നു, അനുമോളും പറയുന്നുണ്ട്, നൂറയും പറയുന്നുണ്ട്, ഇവിടെ എന്താ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇല്ല, ചോറിനെ അമർത്തിയിട്ട് ഓവനിൽ വെച്ചെടുത്തിട്ട് അതിനെ തിന്നതാണ് അത്ര. എന്തൊരു നുണയാണ് അവിടെ പറയുന്നത്. പിന്നെ ഒനിയലും മസ്താനിയും ചേർന്നിട്ട് അവിടെ ഒരു ഭയങ്കര പ്രശ്നമുണ്ടായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒനിയൽ വന്നിട്ട് എന്തോ വീഴാൻ പോയി അത്ര, എന്തോ ഇത് ടേബിൾ തട്ടിയിട്ട് വീഴാൻ പോയതും അടുത്ത് മസ്താനി ഉണ്ടായിരുന്നു. മസ്താനിയെ പെട്ടെന്ന് ടച്ച് ചെയ്തു എന്നാണ് പറയുന്നത്. മസ്താനി പോയി ലക്ഷ്മിയോട് പറഞ്ഞിരിക്കുന്നു, എന്നെ ബാഡ് ടച്ച് ചെയ്തു എന്താ ഒനിയൽ എന്നുള്ളതിൽ മസ്താനി പോയി ലക്ഷ്മിയോട് പറഞ്ഞിരിക്കുന്നു. ലക്ഷ്മിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു ഒനിയലിനോട് ഊക്കാൻ പ്രശ്നം. ഒനിയൽ പറഞ്ഞു, ഞാൻ അറിഞ്ഞ് ചെയ്തതല്ല, ഞാൻ വീഴാൻ പോയപ്പോൾ പെട്ടെന്ന് തൊട്ടതാണ്, അവിടെ ഒരു ബാഡ് ടച്ചായിട്ട് എടുക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ള രീതിക്കും ഒനിയൽ പറയുന്നു. ഒനിയലിന് ഭയങ്കര സങ്കടമായി. മൈക്കിലൊക്കെ വന്നിട്ട് ഒനിയൽ വന്ന് അനൗൺസ് ചെയ്യുന്നു, എന്നെ ഇങ്ങനെ പറഞ്ഞുവല്ലോ, ഞാൻ അറിയാണ്ട് വീഴാൻ പോയപ്പോൾ മസ്താനിയെ തൊട്ടതാണ്, ആ തൊട്ടത് അത് ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്നുള്ളത് ഞാൻ അവിടെ ഫീൽ ചെയ്യുന്നില്ല. വീഴാൻ പോകുമ്പോൾ ഒരാളിനെ പിടിക്കുന്നതിൽ എങ്ങനെ ബാഡ് ഗുഡ് എന്ന് പറയുക? ഇത് മസ്താനിക്ക് ആവശ്യമാണോ? ഈ മസ്താനിക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്നിയലിനോട് പറഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്ത് തൊട്ട് എന്നുള്ള രീതിക്ക് സംസാരിക്കേണ്ട. അതില്ല, അത് പോയി ലക്ഷ്മിയോട് പറഞ്ഞ് അവിടെ ഒരു ക്രിയേഷൻ മസ്താനി ചെയ്യുന്നു. മസ്താനി എല്ലാ കാര്യത്തിലും ഭയങ്കര ഓർഗ്യുമെന്റ് ചെയ്യുന്നതും അപ്പം കാണുന്നത് പറയുന്ന ആളാണല്ലോ. ഇത് മാത്രം എന്താണോ പറയാണ്ട് ഭയങ്കര ക്രിയേഷൻ ചെയ്തത്. എന്നിട്ട് ഇത് അനൗൺസ് ചെയ്യരുതെന്നും മസ്താനി പറയുന്നു. ഇത് മസ്താനിക്ക് ഇത് ആവശ്യമാണ് അനൗൺസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അതെന്താണ് സംഭവം എന്ന് അറിയില്ല. പിന്നെ വന്നിട്ട് സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു, എല്ലാവരും നന്നായിട്ട് ആ ടാസ്ക് ചെയ്തു. ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ്. എല്ലാവരും മറക്കാതെ ജയാസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ കാണാം. ബൈ.